കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി മുസ്ലിം ലീഗ് നേതാവ് ഷിംജിത മുസ്തഫ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു എന്ന പുതിയ വിവരമാണ് വരുന്നത്. മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പ്രതി ഷിംജിത ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. വിവരങ്ങളുമായി ചേതൻ ചേരുന്നു. ചേതൻ, എവിടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി, ഏത് കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഈ പ്രതി ഷിംജിത നൽകിയിട്ടുള്ളത്? ഗോവിന്ദപുരം ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് അസ്വാഭാവിക മരണവും രണ്ടാമത്തത് ഷിംജിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ബസ് യാത്രക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഷിംജിത നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിനായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം കണ്ണൂർ പയ്യന്നൂർ യാത്രയിൽ ബസ്സിൽ വെച്ച് യുവാവ് അപമര്യാദയായി പെരുമാറി എന്ന് കാണിച്ച് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും വലിയ രീതിയിൽ ഈ പോസ്റ്റ് വൈറലാവുകയും ചെയ്ത സംഭവം. എന്നാൽ ഈ സംഭവത്തിൽ നോർത്ത് സോൺ DIG അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അതിനിടയിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് ഷിംജിത ചേതൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രതി ഒളിവിലാണ്. ഒളിവിലിരുന്നുകൊണ്ട് ഇപ്പോൾ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുകയാണ്. അതാണ് ഈ വിഷയത്തിലെ ഈ പ്രശ്നത്തിലെ ഏറ്റവും പുതിയ വിവരം. അതാണ് ചേതൻ നൽകിയത്.